മോളെ നീ എത്തിയോ? എന്റെ പൊന്നല്ലോ, നീ ഇങ്ങനെ ദേഹത്തോട്ട് കയറാതെ. നിന്റെ കൈയല്ലേ വയ്യാതിരിക്കുന്നേ? എന്താ 4-5 മാസത്തിന് ശേഷം ഇപ്പഴല്ലേ ഒന്ന് കാണുന്നേ? അപ്പൊ ഇത്രയെങ്കിലും സ്നേഹം കാണിക്കണ്ടേ? 4-5 മാസം അവിടെ പോയി നിന്ന് എന്നെ കാണാനുണ്ട്. ക്ഷീണിച്ചെന്നല്ലേ? അത് നമുക്ക് ചുമ്മാ തോന്നുന്നത് കേട്ടോ. അയ്യോ, നീ ക്ഷീണിച്ചെന്നല്ല, ഇവിടുന്ന് പോയതിനേക്കാ വണ്ണം വെച്ചിട്ടുണ്ട്. അത് ശരി, അല്ലേലും ശാരി സാവേജ് ആണല്ലോ. അല്ലു, ചേച്ചി മേലുണ്ടായിരുന്നോ? ഇങ്ങോട്ട് ഇറങ്ങി വായോ. എന്താണ് പെണ്ണ് കാണാൻ വരുന്നത് പറഞ്ഞപ്പോഴേ നീ ലീവ് എടുത്ത് വീട്ടിലിരിപ്പായോ? എന്റെ പൊന്നല്ലു, നീ വരുന്ന അറിഞ്ഞാൽ ലീവ് എടുത്തതാ. അതെനിക്ക് അറിയാലോടി ചേച്ചി. പിന്നെ നിന്നെ ഇങ്ങനെ ചൊറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലല്ലോ. മോളെന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വാ. ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് സ്ഥലത്ത് പോകാനുണ്ട്. അത് ശരി, നീ സെന്റി അടിച്ച എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇതിനാണല്ലേ? കൊള്ളാടി. ചേച്ചിമാർക്ക് ഇങ്ങനെ ഒരു ആവശ്യമൊക്കെ വന്നാ അനിയത്തിമാരാ ഓടേണ്ടത്. ഇനി വന്ന് കയറി തുടങ്ങിക്കൊരെണ്ണ കൂടി. നീ പോയി വേഗം കുളിച്ച് ഫ്രഷ് ആയിക്കേ. ചെല്ല്. അനു, നീ അവളുടെ ബാഗ് എടുത്ത് അകത്തേക്ക് വെക്ക്. അവളുടെ കൈ വയ്യാത്തല്ലേ. അമ്മ, ദേ അവരെത്തി. അല്ലു, ഞാനെന്താ ഇവിടെ? അല്ല, നീ എന്താ ഇവിടെ? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യല്ലേ? അപ്പൊ നിങ്ങളാണോ പെണ്ണ് കാണാൻ വന്ന ചെക്കൻ? ചെറുതായിട്ട്. അല്ല, നിന്റെ ചേച്ചി ആള്? യെസ്, അഹല്യദർശനന്റെ ചേച്ചിയാണ്. ശരി എന്നാ. അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അഭിയേട്ടൻ ചായം കുടിച്ച് പെണ്ണിനെ കണ്ടിട്ട് അങ്ങ് പോയാ മതി. എന്താ ദേവൂത്, ഇവിടെ തന്നെ നിർത്തി സംസാരിക്കാണോ വേണ്ടത്? അകത്തേക്ക് കയറുക എല്ലാരും. അമ്മ, ഇതാണ് ഞാൻ പറയാറുള്ള എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അഭിനവ് സാർ. എന്താ? അല്ല, അഭിയേട്ടൻ. അത് കൊള്ളാലോ. ഇവള് വിളിക്കുമ്പോ നിങ്ങളുടെ കാര്യമൊക്കെ പറയാറുണ്ട്. എന്തായാലും ഇവരെല്ലാരും തമ്മിൽ ഇത്ര പരിചയം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ദർശൻ ഇവിടെ ഇല്ലല്ലേ? അവനൊരു കോൺഫറൻസിന് പോയിരിക്കാന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നത്തേക്ക് ഇത് മാറ്റിവെച്ചാൽ ശരിയാകത്തില്ല. ഇവനെ കൈ കിട്ടാൻ നല്ല പാടാ. ഇപ്പൊ തന്നെ മുത്തശ്ശന് വയ്യാന്ന് പറഞ്ഞിട്ട് ഒന്ന് നാട്ടിൽ വരുത്തിച്ചത്. ആണോ? എങ്കിൽ പിന്നെ അധികം വൈകിക്കണ്ട, ഞാൻ മോളെ വിളിക്കാം. ആഹി, ഇങ്ങ് വാ മോളെ. മോളിപ്പോ ഇൻഫോ പാർക്കിലാണല്ലേ വർക്ക് ചെയ്യുന്നത്? അതെ, 1 വർഷമായിട്ട് അവിടെ തന്നെയാണ്. എന്തായാലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഓക്കെയാണ് കേട്ടോ. ഇനിയിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കണേ സംസാരിക്കട്ടെ, അല്ലേ ശരി? എന്താ ചിരിക്കുന്നേ? അത് എന്താ ചിരിക്കുന്നേന്നോ? നിനക്ക് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നിനക്കൊക്കെ വീട്ടിൽ കല്യാണാലോചന വരുന്നു പറഞ്ഞ എന്നെ വിളിച്ച് കരഞ്ഞാ പോരെ? അതിനൊക്കെ കഷ്ടപ്പെട്ട് പ്ലാനും പദ്ധതി ഉണ്ടാക്കുന്നത് ഞാൻ. അത് സിമ്പിൾ അല്ലേ? നമ്മുടെ മാരേജ് കൺസൾട്ടന്റിനെ കാണേണ്ട പോലെ കണ്ടപ്പോ കാര്യങ്ങളെല്ലാം സെറ്റ്. മാരേജ് കൺസൾട്ടന്റോ? മറ്റേ ബ്രോക്കർ. ഈ പെണ്ണ് ഒന്ന് സ്റ്റാൻഡേർഡ് ആവാൻ സമ്മതിക്കില്ല മനുഷ്യനെ. ഇന്ന് രാവിലെ വരെ ഞാൻ ടെൻഷൻ അടിച്ചാൽ ഒരു കയ്യും കണക്കില്ല. ഒരു വാക്ക് എന്നോട് നേരത്തെ പറയാറുന്നില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ ഓവർ ആക്ട് ചെയ്ത് ചളവാക്കും. ഇതാവുമ്പോ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അതുമല്ല, നിന്റെ ആ ചമ്മിയ ഫേസ് ഒക്കെ എനിക്ക് നല്ലപോലെ കാണാനും പറ്റി. മതി മതി, ഇനി കൂടുതലായാലും ഇവിടെ നിന്ന് കഥ പറഞ്ഞോണ്ടെന്നാലേ അല്ല ഉപ്പം കയറി വരും. പിന്നെ ഇട്ട ബിൽഡപ്പ് ഒക്കെ 1 മിനിറ്റ് കൊണ്ട് പോയി കിട്ടും. പോടി, എന്റെ അല്ലോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതറിഞ്ഞ അവൾ എന്റെ കൂടെ നിക്കത്തേ ഉള്ളൂ. അതെനിക്കറിയാം. ഇപ്പൊ വിളിച്ചാലും അഭിയേട്ടൻ അഭിയേട്ടൻ എന്നുള്ള നാമം കേൾക്കാനേ എനിക്ക് നേരമുള്ളൂ. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ അവളെയും കയ്യിലെടുത്തേക്കാണെന്ന്. കാര്യമൊക്കെ ശരിയാണ്. കാര്യം നിന്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കമ്പനിയിൽ ജോലി കൊടുത്തത്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അങ്ങനെയല്ല. ഹലോ, എനിക്ക് അകത്തേക്ക് വരാവോ? അതെ, എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞ് തീർക്കാതെ. നിങ്ങക്ക് ഇനി സമയമുണ്ടല്ലോ. അവിടെ താഴെ ഇപ്പൊ എല്ലാരും തിരക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വാ. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന അഭയേട്ടനെ കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടി. കാരണം ഇങ്ങനെ ഒരു ടെസ്റ്റ് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നിട്ടെന്താ, ചേച്ചി ഇപ്പോഴേ ദിവാസ്വപ്നത്തില. അഭയേട്ടന്റെ സംസാരം കേട്ടപ്പോഴേ ചേച്ചി ഫ്ലാറ്റ്. അല്ലേലും സംസാരിച്ച് കയ്യിലെടുക്കാനാവും മിടുക്കനാണല്ലോ. അതൊക്കെ പോട്ടെ. അച്ഛൻ എന്ന കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നേ? അച്ഛൻ നാളെ എത്തും. അപ്പോ ഇയാള് മറ്റന്നാൾ തന്നെ ഇവിടെ എത്തുമായിരിക്കും അല്ലേ? ഞാൻ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട്? അതും ശരിയാ, ഒരു സമാധാനമൊക്കെ ഉണ്ട്. എന്താ? പിന്നെ താരയാകുമ്പം ഓൺ ടൈമിൽ ഓഫീസിൽ വരും. എന്നോട് വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത്. എന്തോ നിന്നേക്കാൾ. എന്നേക്കാൾ? എന്തേ, ബാക്കിയില്ലേ?
എടി നിന്നേക്കാ വർക്കഹോളിക്കാണെന്നാ ഞാൻ ഉദ്ദേശിച്ചേ. എന്റെ പൊന്നോ. മതി മതി. അല്ല നിന്റെ പുറകിലാരാ? കുറച്ചു നേരമല്ലോ നീ തിരിഞ്ഞു നോക്കുന്ന. ഇതാണ് എന്റെ ബാനു. ഭാനുവോ? കൊള്ളാലോ, നല്ല വെറൈറ്റി പേര്. നീ വല്ല ജാക്കിന്നോ ജോലിന്നോ ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പൊ കൂവിയേനെ. ബാനു നോക്കിയടാ, ഇത് ആരാ നോക്കിയേ? ദി ഗ്രേറ്റ് അർജുൻ രവിശങ്കർ. കൃതി, ഈ സമയത്തൊക്കെ എന്റെ രണ്ടുറക്കം കഴിയും. നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുമെണ്ണേ. എനിക്ക് നാളെ ഓഫീസിൽ പോകേണ്ടതാ. ശരിയാ, ഓഫീസിൽ പോണല്ലേ. എന്താ പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റോ? ഈ 3 മണിക്കോ? ഗുഡ് മോർണിംഗ്. എങ്കിൽ ശരി, ഗുഡ് മോർണിംഗ്. അപ്പൊ എന്റെ കുഞ്ഞു പോയി കിടന്നുറങ്ങിക്കോ. സർ, അല്ലു, നിനക്ക് നാളെ വരെ ലീവ് ഉണ്ടായിരുന്നല്ലോ, പിന്നെന്താ ഇന്ന് ജോയിൻ ചെയ്തേ? വീട്ടിലിരുന്ന് ആകെ ബോറടിക്കും. അതിനേക്കാ ഭേദം ഇവിടെ വരുന്നതാ. അത് ശരി, ബോറടിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ ഓഫീസിൽ വരുന്ന ആദ്യത്തെ വ്യക്തി. ഒന്ന് പോവാ ബേട്ടാ. പിന്നെ ഞാനിന്ന് ജോയിൻ ചെയ്തു അർജുൻ സാറിനോട് പറയണ്ടാട്ടോ. ഞാനിപ്പോ തന്നെ സാറിനെ ക്യാബിനിൽ പോയി കണ്ടോളാം. ചെല്ല്. നീ എന്തായാലും ഓൺ ടൈമില് ഡ്യൂട്ടിക്ക് വന്നു എന്നറിയുമ്പോ തന്നെ അവന് നല്ല സന്തോഷമായിരിക്കും. അബിയേട്ടാ വേണ്ടാട്ടോ, ഇതിനുള്ള പണിയൊക്കെ താൻ വീട്ടിലേക്ക് വാടോളിയാ, ഞാൻ അപ്പ തരാം. മോളെ അല്ലു, അതൊക്കെ വേണോ? പിന്നെ അപ്പൊ ബൈ അഭിനവ് സാർ, ഞാൻ പോയിട്ട് വരാം. എന്തായാലും ഇത്രയും ദിവസം കാണായിരുന്നല്ലേ, ഒരു സർപ്രൈസ് കൊടുത്തേക്കാം. സാർ, എങ്ങനെ പോലെ ഒരു 2 days കൊണ്ട് നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആവും. ഓക്കേടോ. എനിവേ ഗുഡ് ജോബ് താര. താങ്ക് യു സോ മച്ച് സാർ. ഹലോ കൃതി, നീ ഇതെപ്പോ എത്തി? അല്ല, നീ നാളെ ജോയിൻ ചെയ്യുള്ളൂ എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ തോന്നുന്നു നാളെ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ. എന്ത് കാണേണ്ടി വരില്ലല്ലോ എന്ന്? ഓ മനസ്സിലായി, ഇപ്പൊ ശരിയാക്കി തരാം. കൃതി, സായി ഗ്രൂപ്പിന്റെ ആ പ്രൊജക്ട് നമുക്ക് തന്നെ കിട്ടിയേട്ടോ. അത് ഞാനൊട്ടും പ്രതീക്ഷിച്ചല്ല. പക്ഷെ താര വന്നപ്പോഴാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സ്പീഡപ്പ് ആയത്. അഭിനവ്, നീ ഇവിടെ ഇല്ലാതിരുന്ന കുറവ് അവൾ ഒറ്റയ്ക്ക് നികത്തി. സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞ അവള് ചെയ്യുന്നതാ. എത്ര ഇന്റലിജന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ. സമ്മതിക്കണം. ഇയാൾക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചെങ്കിൽ ഇയാൾ ആ കസേര ഒഴിഞ്ഞിട്ട് അവൾ അവിടെ പിടിച്ചെടുത്ത്. അപ്പൊ ആ സ്മാർട്ട് വർക്ക് എന്നും കാണാലോ. അങ്ങനെ അങ്ങ് പോവാതെ കൃതി, നിനക്ക് ഒട്ടും കുശുമ്പില്ല അല്ലേ? കുശുമ്പോ? അതും ആ മേക്കപ്പ് ബോക്സിൽ ഉരുണ്ടിട്ട് വരുന്ന അവളോട് ഒന്ന് പോവാജു. പിന്നെ സായി ഗ്രൂപ്പ്സിന്റെ കാര്യം, അത് ഞാൻ പോകുന്നതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് റെഫർ ചെയ്ത് ഫയലാക്കി വെച്ചിട്ടാ പോയത്. അതൊന്നും അവൾ ഇവിടെ എടുത്തുകൊണ്ട് തന്നു എന്നേ ഉള്ളൂ കേട്ടോ. എന്ത് പറഞ്ഞാൽ അയാൾ വേണ്ട ഒരു താരം. മര്യാദയ്ക്ക് ഒരു ദിവസം വീട്ടിൽ ലീവ് എടുത്തിരിക്കാനുള്ളതിന് ഇയാളെ കാണാൻ വേണ്ടി വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്താടോ ഇതൊക്കെ എനിക്ക് അറിയാത്തതാണോ? ഇപ്പൊ നീ എവിടെ പോവാ? ഞാൻ എവിടേക്കെങ്കിലും പോട്ടെ, അതിന് തനിക്കെന്താ? അങ്ങനെ പോയാലോ? പിന്നെങ്ങനെ പോണം? ആരിത്? മിത്രമോളോ? നീ തനിച്ച്? രാഘവേട്ടനും ഉണ്ടോ? കേറി വരണ്ടാളും. നിങ്ങൾ നാട്ടിൽ വരുന്ന കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല. ഇപ്പോ രാഘവേട്ടൻ ഓക്കെ അല്ലേ? അതെ, ഇവിടെ നിന്നാ സ്ട്രെസ് കൂടുമെന്നും പറഞ്ഞ അജു എന്നെ നാട്ടിലേക്ക് അയച്ചത്. അതാകുമ്പോ അവിടുത്തെ കാര്യം മാത്രം നോക്കിയാ മതിയല്ലോ. എന്തായാലും മോളെ മിത്ര, പപ്പയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം കേട്ടോ. അർജുനോടെ പോയി. ഇന്ന് അജുവിന്റെ പിറന്നാളാ. അഭിയാവനും കൂടി അമ്പലത്തിൽ പോയേക്കാം. എന്ത്? അജു അമ്പലത്തിൽ പോയെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആന്റി. അതെന്താ മിത്ര നീ അങ്ങനെ ചോദിക്കണേ? അവരെന്താ അത്രയ്ക്ക് അമ്പലത്തിൽ പോകാത്ത ഒരാളാണോ? ഞാൻ അറിയുന്ന അജുവിന് അങ്ങനെ ഒരു ശീലം ഇല്ലായിരുന്നു. അതെങ്ങനെ നിനക്കറിയാനാ? നീ ഇങ്ങോട്ടേക്കൊക്കെ വരാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമല്ലേ ആയുള്ളൂ.
അതും അജു ബിസിനസ് ഏറ്റെടുത്തതിന് ശേഷം. അത് ശരിയാ, നീ അവനെ അടുത്തറിയാൻ തുടങ്ങിയത് ഇപ്പോഴല്ലേ. അവൻ എത്ര തിരക്കാണെങ്കിലും ഈ ഒരു ദിവസം അമ്പലത്തിൽ പോയിരിക്കും. അത് രവിയേട്ടൻ്റെ നിർബന്ധമായിരുന്നു. പണ്ട് രവിയേട്ടനുള്ള സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ് പോവാറ്. അതൊക്കെ പോട്ടെ. എന്താണ് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇങ്ങോട്ട്? അത് ഹേമ, പാപ്പ ഞാൻ എന്നാ അമ്പലത്തിലേക്ക് അല്ലട്ടെ, തിരിച്ചു വരുമ്പോ അജനെയും കൂട്ടി ഇങ്ങ് വരാലോ. ഹാ എന്താ മിത്ര ഇത്? ഇവിടെ രണ്ടുപേരും സംസാരിക്കുന്നത് നിനക്ക് കണ്ടൂടെ? പാപ്പ ആന്റി ഞാൻ ഇറങ്ങും. ഹേമ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ രാഘവേട്ടാ, നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ഇത്ര മുഖവരയുടെ കാര്യമുണ്ടോ? അത് ഹേമ, രവി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത്ര സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ലായിരുന്നു. എന്താ രാഘവേട്ടാ, ഞാൻ അത്രയ്ക്ക് അന്യാണോ? അങ്ങനെയല്ല ഹേമ, നീ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെ തന്നെയാ. പക്ഷെ ഇത് അങ്ങനെയാണല്ലോ. പിന്നെ എന്താ രാഘവേട്ടാ, തുറന്നു പറ. അത് സ്വന്തം മകൾക്ക് കല്യാണാലോചനയായി ചെറുക്കന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അച്ഛന്റെ അവസ്ഥയാണ് എനിക്ക്. ചിലപ്പോൾ അതായിരിക്കും ഈ സ്റ്റാർട്ടിങ് ട്രബിൾ. എന്ത്? മിത്രയുടെ അജുവിൻ്റെ കാര്യമാണോ ഏട്ടൻ ഉദ്ദേശിക്കുന്നത്? അത് ഹേമ, മിത്രമോൾക്ക് അജുവിനെ കണ്ട നാളെ മുതലേ ഇഷ്ടാന്നാ പറയുന്നേ. ചില്ലറ വാശിയും കുറുമ്പും ഉണ്ടെന്നുള്ളത് ഒഴിച്ചാ അവളൊരു പാവുവാ. അർജുൻ എന്ന് വെച്ചാ അവൾക്ക് ജീവനാ. അതെനിക്ക് മനസ്സിലായതുവാ. ഞാനും മായായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം ഞാൻ എൻ്റെ മോളെ വളർത്തിയത്. അവളുടെ ഏതൊരു ഇഷ്ടത്തിനും ഞാനിതുവരെ എതിർത്ത് നിന്നിട്ടില്ല. ഹേമയാകുമ്പോ എൻ്റെ മോക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ സ്നേഹം കൂടി കിട്ടും എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് അവൾ എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോ വേറൊന്നും ആലോചിക്കാതെ ഇങ്ങ് പോന്നേ. അത് രാഘവേട്ട, കല്യാണക്കാര്യത്തെ പറ്റി പറയുമ്പോഴൊക്കെ അവൻ ഒഴിഞ്ഞു മാറാറാ പതിവ്. അതുമല്ല, ഞാനും അതത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല പറഞ്ഞിരുന്നേ. ബട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിനെപ്പറ്റി കാര്യമായി തന്നെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വന്നത് കറക്റ്റ് ടൈമിനാണ് അല്ലേ ഹേമ? അതെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ കാര്യം പറ. അതേട്ടാ, അർജുൻ്റെ ജാതകത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇത് ആരെങ്കിലും വിശ്വസിക്കോ ഹേമ? ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ? ശരിയാണ്, ഞാനും ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അനുഭവങ്ങൾ എന്നെ വെറും പഴഞ്ചനാക്കുന്നു രാഘവേട്ട. അർജുൻ 9 വയസ്സുള്ളപ്പോഴാണ് രവിയേട്ടൻ മരിക്കുന്നു. രാഘവേട്ടൻ അറിയോ, എൻ്റെ ജാതകത്തിലും വൈദവ്യദോഷം ഉണ്ടായിരുന്നു. അതറിഞ്ഞതുകൊണ്ടാണ് ഹരിയേട്ടനെ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ രവിയേട്ടനെ ഉപേക്ഷിക്കാൻ തയ്യാറായതും. ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തമല്ല, മനസ്സിൻ്റെ പൊരുത്തമാണ് വേണ്ടതെന്നും ചെറുപ്പക്കാരായ നമ്മൾ ഇതിലൊക്കെ വിശ്വസിക്കണമെന്നുള്ള ചോദ്യത്തിലും ഞാനും അത് ശരിവെച്ച് കൊടുക്കുമായിരുന്നു. വിവാഹം കഴിഞ്ഞ് വെറും 1 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യമാണെന്ന് ജ്യോതിഷർ വിധി എഴുതിയിട്ടും അങ്ങനെയൊന്നും നടന്നില്ല. അപ്പം ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിച്ചു ഒന്നുമില്ല എന്ന്. പക്ഷേ എൻ്റെ അജുവിന് 9 വയസ്സുള്ളപ്പോഴാണ് രവിയേട്ടൻ പോകുന്നത്. അതും ഞങ്ങളുടെ 10ാം വിവാഹ വാർഷികത്തിൻ്റെ അന്ന്. അത് ഹേമ, എനിക്ക് പേടിയുണ്ടേട്ടാ. ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ വേറെ ആരിലേക്ക് അടിച്ചേൽപ്പിക്കുകയല്ല. എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ജാതകം നോക്കണം. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് നടത്താമല്ലോ. എനിക്കുണ്ടായ നഷ്ടം പോലെ വേറൊരാൾക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ രാഘവേട്ട ഞാൻ പറയുന്നത്. ഹലോ, ആ കൃതി ഞാൻ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇവിടെ അഭിക്ക് അവന്റെ അമ്മ പറഞ്ഞ കുറച്ച് പൂജാ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക. ഇപ്പൊ വരും, ഒരു 5 മിനിറ്റ്. ആ രാജു വിളിച്ചേ? അതാരേലും ആവട്ടെ, നീ പോയി നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചോണ്ടൊന്ന് പെട്ടെന്ന് വരാവോ? എനിക്ക് തൊഴണം. അജു, നീ തന്നെയാണോ ഈ പറയുന്നേ? അല്ല, എന്റെ പൊന്നഭി, നീ ഒന്ന് വന്നേ. ഓ, ഇവനെ കൊണ്ട് നിന്റെ പേഴ്സണലായിട്ടാ തോന്നുന്നു നിന്റെ കെട്ടിയോൾ അവിടെ നോക്കി നിപ്പുണ്ടെന്ന്. ആ നിപ്പുണ്ട്, അതല്ലേ വേഗം വരാൻ പറഞ്ഞേ. എന്താന്ന്? എടാ ഒന്ന് പോയിട്ട് വാടോ, ഓഫീസിൽ പോണോ എനിക്ക്. ശരി, അതിനായിരുന്നു. അല്ലേലും നിനക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ആയിക്കോട്ടെ, ബാ പോവാം. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര നേരായി? ഇയാൾക്ക് ഓഫീസിൽ മാത്രം നേരത്തെ വരാൻ അറിയോളോ? വരുന്നുണ്ടല്ലോ. അയ്യോ, അഭിയേട്ടനുണ്ട് കൂടെ. ഇനി ഇതിപ്പോ എന്ത് ചെയ്യും? നീ എന്തേലും കണ്ട് പേടിച്ച? ഇല്ല. എന്താ? അല്ല, നിന്റെ മുഖത്ത് ഇതുവരെ കാണാത്ത കുറെ ഭാവങ്ങളൊക്കെ കണ്ടോണ്ട് ചോദിച്ചതാ. ആണോ? നീ കൂടുതൽ നിരീക്ഷിക്കാതെ ഇങ്ങോട്ട് വാ.
എടാ ദേ അത് നോക്കിക്കേ, നമ്മുടെ ഓഫീസിലെ അലങ്കൃത വളരെ കോയിൻസിഡൻസ് ആയിട്ട് അമ്പലത്തിൽ വന്നേക്കുന്ന കണ്ടോ? അതെ അതെ, തീർത്തും കോയിൻസിഡൻസ് അല്ലേ മോളെ അല്ലു? വാ മോളെ വാ. ആ, അർജുൻ സാറും അഭിയേട്ടനും എന്താ ഇവിടെ? ഞങ്ങള് കുറച്ച് തേങ്ങ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവന്റെ കയ്യിൽ കുറച്ച് കൊപ്ര കൊടുക്കാനും ഉണ്ട്. ഇതാവുമ്പോ രണ്ടും നടക്കുമല്ലോ, അതുകൊണ്ട് വെളുപ്പാങ്കാലത്തെ ഇങ്ങ് ഇറങ്ങി അല്ലേ അജു? ആ അതെ അതെ. എങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഞാൻ പോകുക. നിക്കടി അവിടെ. കുറച്ച് നാളായി രണ്ടുപേരും കൂടി കണ്ണടച്ച് ഇരുട്ടാക്കാൻ തുടങ്ങിയിട്ട്. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാവില്ല എന്നാ വിചാരം. എന്ത് എന്ത് മനസ്സിലായിന്നാ നീ പറയുന്നേ? ഡാ മോനെ മതി, ഇതിനേക്കാൾ വലിയ ഉടായ്പ കാണിച്ചിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് കേട്ടോ. ആ ഉടായ്പൊക്കെ ഞാനിപ്പോ നിന്റെ അനിയത്തിയോട് വിശദീകരിക്കട്ടെ. എടാ തെണ്ടി അളിയാ. എന്താ? അല്ല എംഡി അളിയാന്ന്. ആ എന്തായാലും ഇത്രയൊക്കെ ആസ്വദിക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയി തൊഴുതിട്ട് വരാം. ബാലു. അല്ലേട്ടാ, ഞാനൊരു തവണ തൊഴുതതാ. ആ അതെങ്ങനെ ശരിയാവും? അവൻ ഇവിടെ കഷ്ടപ്പെട്ടതിനെ വിളിച്ചു വരുത്തിയത് നിന്റെ കൂടെ തൊഴാനല്ലേ. നിങ്ങൾ പോയിട്ടോ, ഞാനൊന്ന് കാണട്ടെ. ഓ മതി മതി, ഇനിയിപ്പൊ ഞങ്ങൾ പറയാൻ തന്നെ എല്ലാം നീ മനസ്സിലാക്കി എടുത്തല്ലോ. ഇനി വാ നമുക്ക് ഒരുമിച്ചായി തൊഴുതിട്ട് വരാം. ആ ഇനി എല്ലായിടത്തും നമ്മൾ ഒരുമിച്ചായിരിക്കും, ഒരുമിച്ചാവണം. ആ പിന്നെ വേറൊരു കാര്യം, ഓഫീസിൽ നീ എന്റെ ബോസ് ആയിരിക്കും, പക്ഷെ വീട്ടില് ഇനി ഞാൻ നിന്റെ ചേട്ടനാ. ആ ഒരു ബഹുമാനമൊക്കെ തന്ന് നിന്നോണം. അജു, ആ മിത്ര, നീ എന്താ ഇവിടെ? അതെന്ത് ചോദ്യം അജു? ഇന്ന് ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇനി ഇവിടെ എന്ന് വന്നിട്ട് എന്താ കാര്യം? ആ ശരിയാ, ഇന്നാരോ പറയുന്ന കേട്ടു മാനസികാരോഗ്യ ദിനമാണെന്ന്. അതുകൊണ്ട് എന്തായാലും നീ ഇന്ന് വന്നത് നന്നായി. അബി, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നിന്നോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഡാബി ആ പോട്ടെ, വിട്ടേക്ക്. കണ്ടോ, അതാണ് എന്റെ അജു. മിത്ര മതി നിർത്ത്. കുറെ ആയല്ലോ നീ എന്തു പറഞ്ഞാലും എന്റെ അജു എന്റെ അജു. ഞാൻ എപ്പോഴാ നിന്റെ ആയത്? നിനക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ഒരു ഹോപ്പ് വന്നിട്ടുണ്ടോ? ഓഫീസിൽ പോയാലും വീട്ടിൽ പോയാലും ഒക്കെ ഇത് തന്നെ. അജു, അല്ല സോറി സാർ. വേണ്ട, വിട്ടേക്ക്. അബിയേട്ടാ വാ പോവാം. ഹലോ, ഞാനും എൻ്റെ അജു സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? അവൻ എന്നെ പലതും പറയും, അതിന് നീ തടസ്സം ചെയ്യണ്ട. പിയുടെ പണി നോക്കിയാൽ മതി. അതും ഓഫീസിൽ മതി, അല്ലാതെ പോകുന്ന എല്ലായിടത്തും പറയാൻ പോകേണ്ട കാര്യമില്ല. മിത്ര ഇതൊരു അമ്പലമാണ്, വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ശരി, ഞാൻ സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. എങ്കിൽ വാ, നീ എൻ്റെ കൂടെ വാ. ഞാൻ പപ്പയോട് നിന്നെ കൂട്ടി വീട്ടിലേക്ക് വരാമെന്നാ പറഞ്ഞ. അവിടെ ആൻറ്റി പപ്പ വെയിറ്റ് ചെയ്യുന്നു. വാ. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്റെ കൂടെ വീട്ടിൽ വരാൻ പറ്റില്ല. എന്താ എന്താ നിനക്ക് എൻ്റെ കൂടെ വന്നാ? എന്താ എല്ലാം നിന്നെ ബോധിപ്പിക്കണോ? ബോധിപ്പിക്കണം. ഇനി തൊട്ട് നീ എല്ലാം ബോധിപ്പിക്കണമല്ലോ അജു. വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നിനക്ക് അറിയാവോ? അവിടെ പപ്പ ആന്റിയും കൂടി നമ്മുടെ കല്യാണക്കാരെ സംസാരിച്ചോണ്ടിരിക്കുക. മിത്ര നിർത്തിക്കേ, കുറെ നേരമായല്ലോ നീ. അവന്റെ ഒരു നല്ല ദിവസമാണ് നീ നശിപ്പിച്ചോണ്ടിരിക്കുന്നെ. അതിനിപ്പോ എന്താ, ഈ ലോ ക്ലാസിന്റെ ഒക്കെ കൂടെ കറങ്ങിയടിച്ച് നടക്കുന്നതാണ് ഇവന്റെ നല്ല ദിവസം. മിത്ര യു ആർ ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. ആ, ലിമിറ്റ് കിടക്കുന്നവരാന്നൊക്കെ എനിക്കിവിടെ നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ആദ്യമൊക്കെ ഏട്ടാന്ന് വിളിച്ച് പുറകെ അടക്കും. മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? ആദ്യം നിന്നെ വിളയ്ക്കാൻ നോക്കി, നടക്കില്ല എന്ന് പറഞ്ഞപ്പോ ദേ അബിയുടെ പുറകെ. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്ന് ഇവരുടെ വിചാരം. മാഡം പ്ലീസ്, പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. താനും ഒരു പെണ്ണല്ലേ, എങ്ങനെ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കാനും ചിന്തിക്കാനും പറ്റുന്നു? ഇത്രയൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. അർജുൻ സാർ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യേണ്ടത് മാഡത്തിന്റെ കൂടെയാണ്. ഞാനുമായി സാറിന് എന്ത് ബന്ധമുള്ളത്? ഞാൻ സാറിന്റെ PA മാത്രമാണ്, വെറും PA. അതിനപ്പുറം നമ്മൾ തമ്മിൽ ഒന്നുമില്ല. സാറ് മിത്രയുടെ കൂടെ പോവാൻ നോക്ക്. അമ്മ ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ? എന്റെ പൊന്നലങ്കൃത, തനിക്ക് എങ്ങനെ ഇത്ര ചീപ്പ് തേർഡ് ക്ലാസ് മെലോഡ്രാമ കളിക്കാൻ പറ്റുന്നു? സമ്മതിക്കണം. നിർത്തടി, കുറെ നേരമായവള്. ഇനി എന്റെ അനിയത്തെ പറ്റി ഒരു വാക്ക് നീ മിണ്ടിയ. ഇപ്പൊ ഈ പറഞ്ഞ അനാവശ്യത്തിന് നിന്റെ ചകിടി അടിച്ചു പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ വയ്യാനിട്ടല്ല, പക്ഷെ ചിലരെ ഓർത്തിട്ട് മാത്രം ഞാൻ ചെയ്യുന്നില്ല. അവിയേട്ടാ, എനിക്ക് വേണ്ടി ആരും വഴക്കിടണ്ട, ഞാൻ പോകുക. കൃതി ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ ഇപ്പൊ എന്റെ കൂടെ വേണ്ടത് നീയോ അബിയോ ആണ്. വേറെ ആരെ ഇപ്പൊ ഞാൻ കണക്കിലെടുത്തിട്ടില്ല. കൃതിയോ? അതാരാ? അയ്യേ, നീ ഇവളെയാണോ അങ്ങനെ വിളിച്ചേ? അതിനു വേണ്ടി എന്ത് ബന്ധം നിങ്ങൾ തമ്മിലുള്ളത്? എന്റെ പെണ്ണിനെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വിളിക്കും, അതിൽ നീ ഇടപെടണ്ട. എന്റെ അജു, നീ എന്നെ വെറുതെ ചിരിപ്പിക്കല്ലേ. എന്നോടുള്ള വാശിക്ക് നീ ഇത്രയൊക്കെ ചെയ്യല്ലേ? അയ്യോ, നിന്നോടുള്ള വാശിക്ക് ഞാൻ ഇതല്ല ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാ നിനക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അത് ഞാനിപ്പോ ക്ലിയർ ആക്കി തരാം.
അജു, അജു നീ എന്തായി കാണിക്കുന്നേ? ഇപ്പൊ മനസ്സിലായി അവൾ എനിക്ക് ആരാന്ന്. ഇത്രയും നാൾ നീ പറഞ്ഞതും കേട്ടതും എല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ ഇത് I'll show you, അർജുൻ. ഈ മിത്ര ആരാന്ന് നിനക്ക് ശരിക്കും അറിയില്ല. അലകൃത, be prepared.